നമ്മളോട് പിണറായി കള്ളം പറഞ്ഞിരിക്കുകയായിരുന്നു. ആശാവർക്കർമാരോട് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാതെ കൊണ്ടാണ്. അല്ല, ആശാ വർക്കർമാർ പറയുന്നത് നക്കാപ്പിച്ച കാശാണ്. ഒരു ദിവസത്തേക്ക് 33 രൂപയുടെ വർധനയുള്ളൂ. ഞങ്ങളിത് അംഗീകരിക്കില്ല. അവർ കുറേ നാളായിട്ട് സമരം ചെയ്യുന്ന PSC മെമ്പർമാരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ, അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി ഓർക്കുന്നു. KV തോമസ് മാസം തോറും ചിലവാക്കുന്ന പൈസയെക്കുറിച്ച് കണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് സുധാകരൻ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. കാശില്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് ഇവരൊക്കെ. ആശാവർക്കർമാരും അങ്ങനെയുള്ളവരാണ്, അംഗൻവാടി ടീച്ചേഴ്സും അങ്ങനെയുള്ളവരാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇത്രയും പദ്ധതികൾ, വെൽഫെയർ മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ജനങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം വെൽഫെയർ മെഷേഴ്സാണ്. കറണ്ട് ചാർജ് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കറണ്ട് ചാർജ് ഫ്രീ ആക്കുക, അല്ലെ പവർ കട്ട് സ്ഥിരം അവിടെ ഏർപ്പെടുത്തുക, അങ്ങനെ പല പരിപാടികളുണ്ട്. അല്ല, അതങ്ങനെ നിസ്സാരമായി കളയണ്ട. ഡൽഹിയിൽ ഒരു പാർട്ടി, ഒരു പുതിയ പാർട്ടി അതിൻ്റെ പേരിൽ അധികാരം വരെ അവർ കുറെ കൂടെ അവരിപ്പോൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ. കിറ്റ് പിണറായി വിജയൻ്റെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ ഇയാളൊരു മനുഷ്യസ്നേഹിയാണെന്നുള്ള ധാരണ തന്നെ ഇയാളുടെ കയ്യെ കയറി കോവിഡ് കാലത്ത് ഒത്തിരി പേര് അറിയാതെ പിടിച്ചുപോയി. ഇതിങ്ങനെ കുടഞ്ഞു കളഞ്ഞിട്ട് പിന്നീട് പോകുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. അതാണ് പിണറായി വിജയൻ ചെയ്തത്. പിന്നീട് ഈ ഇത്ര 9 വർഷത്തോളം ഈ മനുഷ്യൻ എന്ത് ചെയ്തൊന്നും ചെയ്യാതിരുന്നേ. ഇനി പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പൈസ ഉണ്ടാകുന്നതിനുള്ള ഉത്തരം ആദ്യം പറയണം. അതെ, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സർപ്ലസ് ഫണ്ടുണ്ട്, ഇത് ഞങ്ങൾ ചിലവഴിക്കാൻ പോകുന്നു. അപ്പോഴും മെഡിക്കൽ കോളേജിലേക്കുള്ള കാശ് കൊടുത്തിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ സർജറിക്കുള്ള കാശ് ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോയ ഏജൻസികൾ അവിടെ ആദ്യം കാശ് കൊടുക്കേണ്ടത് എവിടെയാണ്? ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ കുറേ ഉപകരണങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. കോട്ടയല്ല, എല്ലായിടത്തും ഉണ്ട്. ഇത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് തടയല്ലേ ആദ്യം വേണ്ടത്. അപ്പോൾ ഈ കെയർ ഓഫ് കാണിച്ച് നാട്ടുകാർ മിണ്ടാതിരുന്നോണം. മെഡിക്കൽ കോളേജിൽ ഉപകരണം ഇല്ലെങ്കിൽ സർജറിക്കുള്ള ഹാർട്ട് സർജറിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറിക്കോ ഓർത്തോപെഡിക്സിനോ ഉള്ള ഉപകരണങ്ങളില്ലെങ്കിൽ പാവങ്ങളോട് പറയും, നിങ്ങൾക്കെടുത്ത് തന്നുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ വേണം കാശുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ എന്ന ഒരു ക്യാൻവാസിങ് കൂടെ ഉണ്ടോ ഇടയ്ക്ക്. നിങ്ങൾക്ക് ഈ വിധവാ പെൻഷൻ 30 രൂപ കൂട്ടിയില്ലേ, അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതെ വന്നത് എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കില്ല. അതിന് മറ്റേ ചിന്താവാദം വിളിക്കാൻ ഇങ്ങനെ വീണ ജോർജും കാണും.